വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ചില കുടുംബക്കാർ പഴയ തറവാട്ടുകാർ അല്ലെങ്കിൽ താമസിച്ചിരുന്നു, പ്രത്യേകിച്ച് കോളനി പോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ. അവിടെ എല്ലാവർക്കും ചിലപ്പോൾ സാമ്പത്തിക ഉള്ള ആളുകൾ ടീംസുകളൊന്നും ആയിരിക്കില്ല. എങ്കിലും അവരുടെ കുടുംബത്ത് ഒരുപാട് കല്ലും കരിക്കളൊക്കെ വെച്ചിട്ട് പുരാതനമായിട്ട് നിറയെ മൂർത്തികളൊക്കെ വെച്ച് ആരാധിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലൊരു കാലഘട്ടമായിരുന്നു അവരെ സംബന്ധിച്ച്. അതൊക്കെ ക്ഷയിക്കും തോറും അതിനെ നോക്കാനോ അതിൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കാനോ ആളുകളില്ലാതെ അതങ്ങനെ നശിച്ചു പോയി കിടക്കുന്ന ഒരു അവസ്ഥകളുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇത് സംരക്ഷിക്കുക വേണ്ടേ, കൊണ്ടുപോയി കളയ വേണ്ടേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഇത് കർമ്മങ്ങൾ ഒരു കാലത്ത് നല്ല അതിഗംഭീരമായിട്ട് നോക്കിയിരുന്നു, സംരക്ഷിച്ചിരുന്നു, ഉത്സവങ്ങൾ കഴിച്ചിരുന്നു. അതുപോലെ ചാട്ടവും കളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാലങ്ങളൊക്കെ കഴിഞ്ഞു. അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഗുരുക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയി. അവരുടെ മക്കളുടെ മക്കളൊക്കെ ഇട്ട് നശിച്ച് ഓരോ ദുരിതങ്ങൾക്ക് മീതെ ദുരിതങ്ങൾ വന്നിട്ട് അങ്ങനെ കിടക്കുമ്പോൾ അപ്പോഴും ഇവർ ഇതിൻ്റെ ദുരിതങ്ങളാണെന്ന് കണ്ടറിയൂല. അഥവാ കണ്ടറിഞ്ഞാലും അതിനെ നിഷേധിക്കുകയും ചെയ്യുള്ളൂ. ധർമ്മദേവാദികൾ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിച്ചു വരുന്നതായ ധർമ്മദേവാദികൾക്ക് നല്ല ശക്തി ചൈതന്യങ്ങളുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ദുരിതങ്ങളൊന്നും അധികം ഏൽക്കാതെ, ഇവരുടേതായ ദുരിതങ്ങളോ മറ്റു പുറത്തുനിന്ന് വരുന്നതായ ദുരിതങ്ങളോ ഏൽക്കാതെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് സഹായകമാകും ഈ ധർമ്മദേവാദികൾ. അവര് ഇരിക്കുന്ന ഇരിപ്പും ശരിയല്ല, അവർ കർമ്മങ്ങളും ഇല്ല. ഉത്തമം കൊടുക്കുന്നവർക്ക് മധ്യമം കൊടുക്കും, മധ്യമം കൊടുക്കുന്നവർക്ക് ഉത്തമം കൊടുക്കും. ഇപ്പോൾ ഒന്നും കൊടുക്കാനുമില്ല. അതങ്ങനെ അവർ താഴെ വീണ് കിടക്കുക. വിളക്ക് വെച്ചിരുന്ന വിളക്കൊക്കെ വിട്ടുപോയി. അങ്ങനെ അവരുടെ വല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോയി. കാരണം ആരും അങ്ങോട്ട് നോക്കുന്നില്ല, സംരക്ഷിക്കണില്ല. ഉള്ളവരൊക്കെ ചിലവരെ മതത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ആ കുടുംബത്തിൽ കല്യാണം നടക്കില്ല. അതേപോലെ തന്നെ കല്യാണം കഴിച്ചവർക്ക് മക്കൾ ഉണ്ടാകില്ല. മക്കളുണ്ടെങ്കിലും അത് ദുരിതത്തിൽ വരാം. അതേപോലെ തന്നെ ധർമ്മദൈവാദികളുടെ ദുരിതം കൊണ്ട് എല്ലാം കൊണ്ട് അങ്ങനെ ആവില്ല. ചില തന്നെ ക്യാൻസർ പോലുള്ളതായ ദുരിതങ്ങൾ കാണിക്കാം. അതേപോലെ തന്നെ നിരവധി രോഗങ്ങൾ ഒറ്റെണ്ണം ശരിക്കണിച്ച് നടക്കില്ല. അപ്പം എങ്കിലും അവരുടെ കുടുംബത്തിലുള്ളതായ ചേട്ടനെ ഇനിയമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ചെയ്തു എന്ന് പറയാനായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാകുക. എന്നാലും ഈ ധർമ്മദൈവാദികളായ ദുരിതങ്ങളാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. ധർമ്മദൈവങ്ങളെ ആർക്കും വിശ്വാസം വലിയ വിലയില്ല. പക്ഷേ ഇവരുടെ ദുരിതങ്ങളെ കൊണ്ടാണെന്ന് വേറൊരു ജ്യോത്സ്യനും അറിവുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. ഇനി ഈ ധർമ്മദൈവാദികളെ ഇനി ഒരു പുതിയ തറൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ തറൊക്കെ പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ തറയുണ്ടായിരുന്നില്ല, വെറുതെ ഒരു കല്ലുമ്മലായിരുന്നു, അല്ലെങ്കിൽ ഒരു മണ്ണ് ഇങ്ങനെ വെച്ചിട്ട് അതുമ്മലായിരുന്നു എന്നൊക്കെ വിചാരിക്കാം. അതുമ്മേ അവർക്ക് ഏകദേശം പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ശിലകളൊക്കെ വെച്ചിട്ട് ആണ് ഈ മൂർത്തികളെ അതുമ്മേ സാന്നിധ്യപ്പെടുത്തിയിട്ട് അവർ ആചരിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറ്റി നല്ലൊരു തറൊക്കെ പണിതിട്ട് അതിൽ വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലവർ അങ്ങനെ ഈ ഇരിക്കുന്ന പ്രതിഷ്ഠ അങ്ങനെ കൊണ്ടുപോയിട്ട് അത് വയ്ക്കും. അത് ശിലയിലോ എന്താണ് ശീല. അപ്പം അത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലവരത് വിശ്വസിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാലത്ത് കൃത്യമായിട്ട് ആചരിച്ചിരുന്നതാണ്, പിന്നീടൊക്കെ നശിച്ചു. ആ നശിച്ചാൽ മറ്റുള്ളതായ ദുരിതങ്ങളൊക്കെ വന്ന് കാരണം ഒരു പ്രേത ദുരിതങ്ങളോ രക്ഷസ് ഇവരുടെയൊക്കെ സാന്നിധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ശക്തി ഉണ്ടെങ്കിൽ ഇവർക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇവരതിനെ തടുക്കും. ഇവരിനെ കണ്ടു കഴിഞ്ഞാൽ സാധനം അടുത്തേക്ക് എത്തില്ല. ഇവരൊക്കെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലോ അതുമിലേക്ക് ഈ വിളക്കുമിലേക്ക് മാറ്റം വരുന്ന പോലെ തന്നെ ആ പ്രേതാദികളൊക്കെ ഇതെന്ന് വന്നിട്ട് അവർ കുടിയിരിക്കാനോ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ വെക്കുന്നത് അവർ എടുക്കാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഇന്ന് മാറിക്കൊണ്ട് വരുമോ, അല്ലെങ്കിൽ അത് അശുദ്ധിയായിട്ട് കിടക്കുന്ന ഒരു ഇതുണ്ടായിരിക്കാം. അപ്പോൾ ഈ അശുദ്ധിയും തന്നെ ഇതിനങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ അതൊരിക്കലും ഗുണമാകില്ല. അപ്പം എന്ത് വേണം? നല്ല തറകളൊക്കെ പണിത് കണക്ക് പ്രകാരം തറകളുണ്ടാക്കി അതിനറിയുന്ന ആളുകളെ കൊണ്ട് അത് എങ്ങനെ ഇരുത്തണം, ദേവി എവിടെ ഇരിക്കണം, ചാത്തൻ എവിടെ ഇരിക്കണം, മുത്തച്ഛൻ എവിടെ ഇരിക്കണം, നാഗങ്ങൾ എവിടെ ഇരിക്കണം, മലവാരത്തൻ എവിടെ ഇരിക്കണം, വീരഭദ്രൻ എവിടെ ഇരിക്കണം, അങ്ങനെ ഉള്ള ഒരു കണക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇരുത്താനായിട്ട്. അപ്പോൾ ഒരു തച്ചനാണ് അല്ലെങ്കിൽ കൽപ്പണിക്കാരാണ്, നമുക്ക് പണി അറിയുമെന്ന് വിചാരിച്ചിട്ട് തറയുണ്ട് പണിതിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടും ശരിയാവില്ല. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് അത് ദൃഷ്ടിയായിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് കണക്കുകൾ വേറെയുണ്ട്. അപ്പം ചാത്തൻ്റെ അവിടെയാണോ, ദേവിയുടെ അവിടെയാണോ, അപ്പം മെയിൻ പ്രതിഷ്ഠ ഏതാണ്, അതിൻ്റെ പുറത്തേക്ക് ഇത് വരാൻ പാടില്ല, അങ്ങനെ കുറേ കണക്കുകളുണ്ട്. അപ്പം അത് അറിഞ്ഞിട്ട് വേണം ഇതിനൊക്കെ സ്ഥാനങ്ങൾ കാണാനും തറകൾ പിടിക്കാനും. അങ്ങനെ തറ വെച്ചിട്ടുണ്ടെങ്കിൽ
നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠകൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. അതായത് ശിലേമിലാണോ വാൽക്കണ്ണാടിയാണോ ഇനിയിപ്പോൾ മരത്തിൻ്റെ ആണോ എന്തോ ആവട്ടെ, അതൊന്നും അടുത്തൊരു പുതിയൊരു തറ പിടിക്കണമെങ്കിൽ അതുമിലേക്ക് ഉപയോഗിക്കരുതെന്നാണ് പരമാവധി. അത് അവർക്ക് കർമ്മം കൊടുത്തിട്ട് എവിടെയാണ് ഏത് തറകളാണ് ഏതിലൊക്കെയാണ് ആ സാന്നിധ്യം ഉണ്ടായിരുന്നത് വെച്ചെങ്കിൽ അവിടെയൊക്കെ നല്ല പൽപ്പമിട്ടിട്ട് അവർക്ക് കർമ്മം കൊടുത്തതിന് ശേഷം അതൊന്ന് ആവാഹിക്കുക. എന്നിട്ട് പുതിയ ശില വെച്ചിട്ട് പുതിയ പ്രതിഷ്ഠ വെച്ചിട്ട് അതുമിലേക്ക് ശക്തിനെ അതിലേക്ക് സാന്നിധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശക്തിയൊക്കെ ഇതിലേക്ക് ആയിട്ടുണ്ടോയെന്ന് നോക്കണം. ആ നോക്കിയിട്ട് അതുമെല്ലാം വിട്ട് മാറിയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തറ പൊളിക്കുക, ഈ കല്ലൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി വിടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ദുരിതങ്ങളൊക്കെ. എങ്ങനെ നീ ഇത് എടുത്തു വിചാരിക്കുക, അപ്പോൾ ആ തറ അവിടെ നിലനിർത്തരുത്, ആ തറ പൊളിച്ച് കളയണം. അതേപോലെ തന്നെ ചിലർ കാണാം, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വെച്ചു അവർക്ക് ഒരു തറകളൊക്കെ വേണം, തറകളൊക്കെ പണിയണം, അല്ലെങ്കിൽ അമ്പലം പണിയണം. അത് ചിലർ ഈ പ്രേതവേർപാടൊക്കെ നടത്തുമ്പോഴേക്കിനും പ്രശ്നങ്ങളൊക്കെ നോക്കി കർമ്മങ്ങളൊക്കെ കഴിയുമ്പോഴായിട്ട് മുന്നേ തന്നെ അവർ അവിടെ ദേവാലയത്തിന് കുറ്റിയടിക്കും, അല്ലെങ്കിൽ തറയ്ക്ക് കുറ്റിയടിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പ്രേതാദികളോ മറ്റു സംഗതികളൊക്കെ അതിലേക്ക് സാന്നിധ്യമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രേതവേർപാടെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം അത്. ഇപ്പോൾ കുറ്റിയടിക്കുന്ന സ്ഥലത്ത് ദൈവങ്ങളുണ്ട് വെച്ചെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഒരു ബാലാലയം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ തറകൾ പണിയുക. എന്നിട്ട് അതുമേലേക്ക് പുതിയ ശിലയിലേക്ക് ശക്തിയിനൊക്കെ സാന്നിധ്യപ്പെടുത്തിയിട്ട് ആചരിക്കുക. അതേപോലെ തന്നെ വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികൾ തന്നെ ആ വ്യക്തികൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിനെ നോക്കാനായിട്ട് ഇവിടെ ബന്ധുക്കളൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരെ ഏൽപ്പിക്കുക, അതിനെ കർമ്മങ്ങൾ ചെയ്യുക, അവിടെ കൃത്യമാക്കുക, അവരൊക്കെ കെട്ടിത്തിരിച്ച് ഒരു മതിൽ കെട്ടിൻ്റെ ഉള്ളിലൊക്കെ ആക്കുക. എന്നിട്ട് അതിന് നിത്യവിളക്ക് വയ്ക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്യുക, വാർഷികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അല്ല ഇവിടുന്ന് മൊത്തം വിറ്റ് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടാക്കരുത്. അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം അവർക്കും കൂടി തോന്നണം ഇനി ഇവിടെ ആരും ഇല്ല, ഇവരെല്ലാവരും ഇവിടുന്ന് വിട്ടുപോകേണ്ട സാഹചര്യം. ഒന്നാലെ കടങ്ങൾ വന്നിട്ട് ആ കടത്തിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കടം വീട്ടാനായിട്ട് സ്ഥലം നിൽക്കേണ്ടത് വരികയാണ്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ചിന്തകൾ ഓർമ്മകളായിട്ട് ഇവിടെ നിൽക്കണില്ല, പോവുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ദുരിതമുള്ള സ്ഥലമായാലും ശരി ഇവിടുന്ന് വിട്ടുമാറുകയാണെങ്കിൽ പറഞ്ഞു വന്നത് ഈ മൂർത്തികളെയൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ കൊടുത്ത് ആവാഹിച്ച് അത് ആവാഹിച്ചിട്ട് ഇതേ സങ്കല്പം തന്നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ സാന്നിധ്യപ്പെടുത്തുക. ചിലർ ഇനി ആരുമില്ല സംരക്ഷിക്കാൻ ആരുമില്ല, ഉണ്ടായിരുന്ന കണ്ണി അവസാനം മരണപ്പെട്ടു പോയി ആരും നോക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉചിതമായ തരത്തിൽ അത് ഞാൻ പറയുന്നത് തക്കാതെ കാരണങ്ങളുണ്ട് വെച്ചാൽ ചെയ്യാം. അവരെ ആവാഹിച്ചിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ സമർപ്പിക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാക്കുക. ഈ ലഗ്നത്തിൻ്റെ ശരീരത്തിൽ നിന്നും എല്ലാം ആവാഹിച്ച് മാറ്റിയിട്ട്. അല്ല നോക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇവർ ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പണി കിട്ടും. അല്ലാത്ത പക്ഷം നോക്കാൻ ആരുമില്ല, ഇവിടെ കിടന്നിട്ട് പന്താടുന്ന കിട്ടുന്നുള്ളതാണ് അവർ ഒഴിവാക്കുക എന്നുള്ളതിൽ. അതിന് ആരും ഉണ്ടാകരുത്. അതായത് അവസാനത്തെ കണ്ണി വിട്ടുപോകുക എന്നുള്ളതിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ അപ്പോൾ കൃത്യമായിട്ട് ഇവിടുന്ന് ആവാഹിച്ച് കൊണ്ടുപോയിട്ട് അവരവിടെ എവിടെയാണെങ്കിൽ കുടിയിരുത്തുക. ഈ ആവാഹിച്ചിട്ട് പോയി സ്ഥലം എന്ന് പറയാം, ഇവിടെ മൂർത്തികളൊക്കെ ഇരുന്നിരുന്ന സ്ഥലമാണ്, അതിനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ഇനി വേറൊരു പാർട്ടി സ്ഥലം മേടിക്കുമ്പോൾ അവൻ ആലോചിച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. കാരണം സെക്കൻഡ് ഹാൻഡ് വീടോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ വീടുണ്ടായിരുന്ന സ്ഥലം പൊളിച്ചു പോയിട്ടുള്ളതായ അല്ലെങ്കിൽ ധർമ്മദീപാതിൽ കുടിയിരുന്നതായ സ്ഥലങ്ങളോ മേടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് മാത്രം മേടിക്കാൻ തയ്യാറാകുക. കാരണം ഈ ദൈവങ്ങളൊക്കെ ഇരുന്നിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഒരുപാട് മൂർത്തികളുണ്ട്. ഇപ്പോൾ സാധാരണ ഹൈന്ദവ അല്ല ഹിന്ദുക്കൾ വെച്ച് ആരാധിക്കുന്നതായ എല്ലാ മൂർത്തികളും ഉണ്ടെന്ന് വിചാരിക്കുക. ശൈവ ശാക്തയ വൈഷ്ണവായിരിക്കുന്ന എല്ലാ ദോഷം മൂർത്തികളുണ്ട്. നാഗങ്ങളുണ്ട്, രക്ഷസുണ്ട്, അല്ല ഗുളികനുണ്ട്, അല്ല ചാത്തനുണ്ട്, ചൊവ്വയുണ്ട്, കാളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഏതാണ്ട് ഒരു പരിസരത്തിൻ്റെ അവിടെ കൂടിയൊക്കെ ഇരുത്തുണ്ടാവുക. അതാണ് പൊളിച്ചു പോയിട്ടുള്ളത്. സ്ഥലം കുറേ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വിറ്റുപോയി. അപ്പോൾ മേടിക്കുന്ന ഒരാൾ മേടിച്ച് കുറച്ചൊരു ഇതൊക്കെ ആയിട്ട് തറ പണിയാനുള്ളൊരു പരിപാടിയൊക്കെ ആകുമ്പോൾ ഇവർ ഇതൊക്കെ ഒന്ന് JCB ഒക്കെ ഒന്ന് വെച്ച് അടിച്ച് വൃത്തിയാക്കി മന്തിയൊക്കെ മാറ്റി ഒക്കെ ഒന്ന് നിരപ്പാക്കിയിട്ട് കുറ്റിയടിക്കുന്ന സ്ഥലം ഈ ദൈവങ്ങൾ ഇരുന്ന സ്ഥലമാണ് വെച്ചെങ്കിൽ ഒരു കാലത്ത് അത് ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ സർവ്വനാശങ്ങൾ ഉണ്ടാകുള്ളൂ. ഭ്രാന്ത് പോലുള്ളതായ മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വിട്ടുകഴിഞ്ഞാൽ ദുർമരണങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവരറിയില്ല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ഇവിടെ വീട് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്ഥലം മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ആ സ്ഥലം മേടിക്കുക. ഇനിയിപ്പോൾ ഒരു വീട്
വീട് മേടിച്ചു എന്നിരിക്കുക, അതിൽ മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്തെന്നറിയാം. കാരണം പല ആളുകളും ഈ വാടകയ്ക്ക് പോണവരും അതേപോലെ തന്നെ പഴയ വീട് മേടിച്ച് താമസിക്കുന്നവരും അവർക്കറിയില്ല, വിൽക്കണവും പറയില്ല. മേടിച്ചിട്ടുള്ളവൻ പല കൈമാറിയിട്ടാവും ആ സാധനം കിടക്കുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ ഉള്ളിൽ മരണങ്ങളൊക്കെ ഏതൊരു തരത്തിൽ നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മുന്നുണ്ടായിരുന്ന സ്ഥലത്ത് ആ ദോഷങ്ങൾ, ദുരിതങ്ങൾ, സർപ്പത്തിൻ്റെ അടക്കമുള്ള ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ വയ്യ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് വിറ്റ് അവസാനിപ്പിച്ച് പോണത്. അത് മേടിക്കണവന് ശരിക്കും നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ദുരിതത്തിൻ്റെ കൂട്ടിലേക്കാണ് കയറുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്ഥലം വെക്കണവരും മേടിക്കുന്നവരും ഇത് ഒഴിവാക്കണവരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ധർമ്മദൈവാദിലുണ്ടെങ്കിൽ ഒരിക്കലും അത് മക്കളും കൂട്ടും കുടുംബമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ നിലനിർത്താനായിട്ട് നോക്കുക. അത് മറ്റൊരു ക്ഷേത്രത്തിലുള്ളതായ ദൈവങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിലിരിക്കണം വിചാരിക്കുക. അത് ഹിന്ദുക്കൾക്ക് പറഞ്ഞാലോ വിശ്വാസമുള്ളവർക്ക് പറഞ്ഞാലോ കർമ്മികൾക്കോ അതൊക്കെ പറഞ്ഞാലൊക്കെ അറിയുള്ളൂ. കർമ്മികൾക്ക് പിന്നെ അത് അറിയേണ്ട ആവശ്യമില്ല. എങ്കിലും കൃത്യമായിട്ട് അവരുടെ കുടുംബത്തിൽ നാമം എത്തിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതുമില്ലെങ്കിലും ശരി, ദൈവത്തിനോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അതായത് സർവേശ്വരൻ്റെ ഇപ്പോൾ ഭദ്രകാളിയും ചിന്തിക്കാം, പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ആണ് ആളുടെ സൃഷ്ടി, ആൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഈശ്വര സാന്നിധ്യം തന്നെയാണ്, ദൈവം തന്നെയാണത്. അല്ലെങ്കിൽ പാർവതിയുടെ ഒരു അവതാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ദൈവം തന്നെയാണത്. എല്ലാം ദൈവത്തിനെ. അത് വിവിധ ഭാഗങ്ങളിൽ വിവിധ കാര്യങ്ങളെ എന്താണ് ഓരോ രൂപങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചൊവ്വയായിട്ട് കാണുന്നു, കാളിയായിട്ട് കാണുന്നു, ഗുരുകനായിട്ട് കാണുന്നു, മറ്റെല്ലാം ദൈവിക ശക്തി വിവിധ ഭാവങ്ങളിൽ കാണുന്നു മാത്രം. ആ ഭാവങ്ങൾക്ക് കാര്യമുണ്ട്, ആ ഭാവങ്ങൾക്ക് അതിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ അത് ആ ദൈവമാണ് നമ്മുടെ വീട്ടിലിരിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകുക. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക, ദുരിതങ്ങൾ നീക്കുക, നിത്യവിളക്ക് മുടക്കാതിരിക്കുക, വാർഷികമായിട്ട് കർമ്മങ്ങളൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക, നിത്യകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദുരിതങ്ങൾ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കി അറിയുക. കാരണം ഇങ്ങനെയൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താണ് എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത്, വീട്ടിലെന്താ രോഗം വരണം, എന്താ അടിക്കങ്ങനെ വീഴ്ചകൾ ഉണ്ടാക്കണം, പണിയില്ല, പണിക്ക് പോയി ഇരിക്കാൻ പറ്റുന്നില്ല, ഭാര്യയായിട്ട് വഴക്ക്, ഭാര്യയുടെ വീട്ടിലേക്ക് പോയി, മക്കളാക്കി വിട്ടുപോയി, അങ്ങനെ പല ദുരിതങ്ങളും വരുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഓരോരുത്തരുടെ സമയദോഷങ്ങൾ ഉണ്ടാവാം. ഏഴരശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ഈശ്വരാധീനില്ലായ്മയോ അങ്ങനെയൊക്കെ വരുമ്പോൾ, ജാതകവശാൽ ശനിദശയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് കുറേ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ ഉള്ളപ്പോൾ അതെന്തുകൊണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ധർമ്മദൈവാദികൾ നല്ല ഇതിലാണോ അങ്ങനെ ചിന്തിക്കാം. അവരൊക്കെ നല്ലതിലാണോ? ഒരു ജ്യോത്സ്യനാണ് വെച്ചെങ്കിൽ കർമ്മിയായാലും ശരി, എന്താ അങ്ങനെ വരുന്നത്, ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മദൈവാദികൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അനർത്ഥങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അനർത്ഥങ്ങളുണ്ട് വെച്ചാൽ കയ്യോടെ മാറ്റി കഴിഞ്ഞാലാണ് നാളേക്കും അദ്ദേഹത്തിന് കുഴപ്പമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ വെച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് തന്നെ അറിയാം. ധർമ്മദൈവാദികൾ എങ്ങനെ നല്ല ശക്തിയിലാണോ ഇരിക്കുന്നത്, ചൈതന്യത്തിലാണോ, എന്തെങ്കിലും മൗഢ്യങ്ങളുണ്ടോ, എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ, ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ തീർക്കുക, അതിനെ ഓർഡറാക്കി കൊണ്ടുവരിക. ഇപ്പോൾ ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വാസപ്രകാരം ആരെങ്കിലുമൊക്കെ പറയണ തുള്ളിയിട്ടൊക്കെ പറയണവരുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്, അതൊക്കെ നല്ലതിലാണ് ഞാനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വിശ്വാസത്തിൽ പോകുന്നവരുണ്ടാവും. തുള്ളക്കാരെല്ലാവരും ഇങ്ങനെ പറയുന്നവരെന്നല്ല ഉദ്ദേശിച്ചത്. അപ്പം ചിലപ്പോൾ ഇത് അറിഞ്ഞോളണമെന്നില്ല. അപ്പം നമുക്കാണെങ്കിലും ആ പറച്ചലിന് മാത്രമുള്ള വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ തീർക്കുക. ഇങ്ങനെ തീർത്തിട്ട് ആചരിക്കുന്നവർക്കൊക്കെ നല്ലതായ നന്മകളും കാര്യങ്ങളൊക്കെ വരട്ടെ, ഈശ്വരാധീന്യം ഉണ്ടാവട്ടെ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.